ഹലോ, ഞാൻ വന്നിട്ടുള്ള വേറെ റേറ്റ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു സാധാ നോർമൽ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുറേ പേർക്ക് അറിയും. സംഭവം എങ്ങനെ വെച്ചാൽ ഫ്രീ അപ്പ് ചെയ്യുക, നമ്മളെ സ്റ്റോറേജ് ഉള്ളത് ഫ്രീ അപ്പ് ചെയ്തിട്ട് ഒരു നോർമൽ ആക്കുക. നമ്മളെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഫയൽസ് കുറേ ക്യാഷസ് ഒക്കെ ഉണ്ട് നമ്മളെ ഇതിൽ ഫോണിലൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ചിലവർക്ക് ഇത് അറിയുണ്ടാവില്ല, ചിലവർക്ക് അറിയും. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ ആദ്യം നിങ്ങൾ ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജർ എടുത്ത ശേഷം നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് ഈ സംഭവം ഉണ്ടാവുക. അതിൽ നമ്മൾ ഇതിപ്പോൾ സാംസങ്ങിൻ്റെ കേസാണ്, ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും കേസിലും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് സൈഡിലുണ്ടാവും 3 ഡോട്ട് ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഉണ്ടാവും സെറ്റിങ്സ് എടുക്കുക. ഇത് പലതിനും പല ടൈപ്പാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കിട്ടും. അതിൽ ഷോ ഹെഡ് ഫയൽസ് ഓൺ ആക്കുക. അതിനുശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ ഫയൽസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഒന്ന് ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ഓഫാക്കിയപ്പോൾ കണ്ട കുറേ ഫയൽസ്, ഒരു എക്സ്ട്രാ ഡോട്ട് വന്നിട്ടുള്ള ഒരു ഫയൽസും കാണുകയല്ലോ. അപ്പോൾ ഞാൻ ഷോ ഹൈഡ് ഫയൽ ഓൺ ആക്കുക കേട്ടോ. ഓണാക്കിയിരിക്കുകയാണ് ഇതേമാതിരി കണ്ടമാനം ഫയൽസ് വന്നിരിക്കണം, എടുക്കണ്ടില്ല. അപ്പോൾ നമുക്കിതൊന്നും അൺവാണ്ടഡ് ഫയൽസാണ്, ഇതൊന്നും ആവശ്യമില്ലാത്ത ഫയൽസ്. അതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതാക്കിയിട്ട് ഒക്കെ ഡിലീറ്റ് ആക്കാൻ പോകാം കേട്ടോ. ഇത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു MB തന്നെ നമുക്ക് കിട്ടും. 49 MB ഇപ്പം തന്നെ വെറുതെ കിട്ടി. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ കുറേ പേര് ഗെയിം കളിക്കുന്നവരുണ്ടാവും, ഗെയിം കളിക്കാത്തവരുണ്ടാവും. ഗെയിം കളിക്കുന്നവരുടെ OBB ഫയൽ ഒഴികെ ഡാറ്റ ഫയൽസിൽ ഇപ്പോൾ പബ്ജിൻ്റെ ഒക്കെ ആണെങ്കിൽ ഡാറ്റ ഫയൽസ് ഉണ്ടാവും, എല്ലാത്തിൻ്റെ ഒന്നും ഡാറ്റ ഫയൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് കാട്ടണം, ഇപ്പോൾ ഗേൾസൊക്കെ യൂസ് ചെയ്യണം, അതുപോലെ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളും ഫയൽസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ കാട്ടണം, ഇതെല്ലാ ഫോൾഡറും ഡിലീറ്റ് ആക്കണം. ഇതിൽ ഒരു ഫോൾഡറിൻ്റെ MB ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന് കമ്മിയാണെന്ന് അറിയില്ല, ഗെയിം കളിക്കുന്ന ഫോണിലെ കൂടി ഇതിൽ 337 MB ആണ്. അങ്ങനെ ടോട്ടൽ ഇതിൽ ഗെയിമൊന്നും കളിക്കണ കേട്ടോ, ഇത് സാധാരണ നോർമൽ ഫോണാണ്, ഗെയിമൊന്നും പ്രത്യേകിച്ച് കളിക്കാത്തൊരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ആൻഡ്രോയിഡിൽ തന്നെ 337 MB വെറുതെയാണ്. അങ്ങനെ വെറുതെ നമുക്ക് കിട്ടുകയാണ്. ഇതിനൊന്നും ആവശ്യമില്ലാത്ത ഫയൽസാണ് ഇതൊക്കെ. ഇതിൻ്റെ ക്യാഷസാണ്, വേറെ നമ്മൾ കയറ്റുന്ന APKൻ്റെ ക്യാഷസാണ്. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഒരു PUBG ഉള്ള ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ, അങ്ങനെ അത് ബാക്കിയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അതൊന്നും ഒഴിവാക്കട്ടെ. നമുക്ക് ഇത്രയും ഫയൽസ് ഉണ്ടാവും, 822 ഫയൽസ് ഉണ്ട്, ആവശ്യമില്ലാത്ത ക്യാഷസാണ്. അതിന് നമുക്ക് 337 MB അപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ട്രഷ് എന്ന് പറഞ്ഞിട്ട് .ട്രഷും അതുപോലെ തംസും സ്റ്റിക്കർ തംസും ഷെയ്ഡ്. ഇതൊന്നും ആവശ്യമില്ലാത്ത സ്റ്റിക്കറൊന്നും പോകില്ല കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ വെച്ചിട്ട് സ്റ്റിക്കറൊന്നും പോകില്ല, അതൊക്കെ വെറുതെയാണ്. അത്യാവശ്യം MB ഉണ്ടാവും, 877 MB ആണ് ഇത് നമുക്കുള്ളത്. അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ബാക്കപ്പാണ്. ബാക്കപ്പിൽ ഇപ്പോൾ കുറഞ്ഞ MB, അതൊന്നും വലിയ വിഷയമില്ല. പിന്നെ ഡാറ്റാ ബേസിലൊക്കെ അത്യാവശ്യം നല്ല MB ഉണ്ടാവും കേട്ടോ. ഡാറ്റാ ബേസിൽ ഇപ്പോൾ കണ്ടില്ലേ 79 MB, ഇതൊന്നും വലിയ ആവശ്യമില്ലാതാണ്, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ മീഡിയ ഫോൾഡറിൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവും, വീഡിയോസ് സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ വീഡിയോസ് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് ഈ സെൻഡഡ് വീഡിയോസിന് വാട്സപ്പിൽ നമ്മൾ സെൻഡഡ് വീഡിയോസിന് മാത്രം കുറഞ്ഞ MB ഉണ്ടാവും, പക്ഷേ നമ്മൾ സെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ MB. അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറേ ഗെയിംസോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫയൽസോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒഴിവാക്കാവുന്ന ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണതിലൊന്നും പോകില്ല കേട്ടോ, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ റിലീസായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ 362 GB ഉള്ളത്, 362 യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1288 എത്ര MB നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഒഴിവായി എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ കുറഞ്ഞൊരു ഫോണിൽ 16 GB ഒരു സ്പേസുള്ളൊരു ഫോണിലാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു 128 64 GB വരെ ഫ്രീ റിലീസ് ആവും, വെറുതെ ആവശ്യമില്ലാത്തതാണെങ്കിൽ. വീഡിയോസും ഫോട്ടോസും മ്യൂസിക്കും ഒക്കെ ബാക്കി കുറേ ഉണ്ടാവും ഇങ്ങനെ. അതുപോലെ വേറെ ഒന്നും കൂടെ നമ്മൾ DCI-ML ഉണ്ടാവും. DCI-ML തംബ്ലൈൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കണ്ടില്ല അപ്പോൾ നിങ്ങൾ തംബ്ലൈൻസ്. ഇതിനുണ്ടാവും അത്യാവശ്യം MB. ഇതിനിപ്പോൾ 549 MB വെറുതെയാണ്, ഒരാവശ്യമില്ലാതെ നമ്മൾ ഈ ഫോട്ടോ എടുത്തതിൻ്റെ ക്യാഷസ് ആയി കിടക്കുന്നതാണ്. ഇതിപ്പോൾ ഡിലീറ്റഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയി കിട്ടുന്നത്. ഇതിന് മാത്രം അത്യാവശ്യം നല്ല MB ഉണ്ട്. അതിലിപ്പോൾ ഇത് വേറൊരു .tum ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇതിൽ വേറെ എന്തൊക്കെ ഫയൽസാണ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസാണ്. ഇതൊക്കെ ഒഴിവാക്കി തന്നെ കണ്ടമാനം MB ഇട്ട്. ഇപ്പോൾ 500 ചില്ലറ MB നമുക്ക് കിട്ടിയില്ലേ. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ റിലീസായത് എത്ര നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും റിലീസായിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ MB ലാഭിക്കാവുന്നതാണ്. ഇത് ചിലവർക്കൊന്നും അറിയില്ല, ചിലവർക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ സ്പേസ് കിട്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അതിഥികളായിട്ടാണ് കാണണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.